ഹേ ഗായ്സ് എനോല ഹോംസ് 3. അത് നമ്മുടെ ഈ ഒരു ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ സിനിമയാണത്. നെറ്റ്ഫ്ലിക്സിലാണ് ഇത് സ്ട്രീം ചെയ്യുന്നത്. കാരണം ഇത് നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. OTT റിലീസാണത്. പിന്നെ എന്താണ് എനോല ഹോംസ് എന്ന് പറയാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. അത് എനോല ഹോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെർലോക്ക് ഹോംസിൻ്റെ സിസ്റ്ററാണ്. പിന്നെ ഈ എനോല ഹോംസിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് നമ്മുടെ മില്ലി ബോബിയാണ്. അതായത് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സ് ഫിലിമിനായിട്ട് അവതരിപ്പിക്കുന്നതാണ്. പിന്നെ ഷെർലോക്ക് ഹോംസിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് നമ്മുടെ ഹെൻറി ക്യാവിലാണ്. ഈ ഒരു രണ്ട് കാസ്റ്റിങ്ങുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും കാണാനുള്ള പടം എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കാണാനെങ്കിലും തോന്നുകയും ചെയ്യും. ഞാൻ ഈ എനോല ഹോംസ് ഫസ്റ്റ് കണ്ടത് അങ്ങനെയുണ്ടോ, ഈ രണ്ട് കാസ്റ്റിംഗ് നോക്കിയാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. പിന്നെ ഇതിൻ്റെ മറ്റു രണ്ട് ഫിലിംസ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അപ്രോച്ച് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഒരു ടിപ്പിക്കൽ എനോല ഹോംസ് സിനിമ എങ്ങനെയായിരിക്കും നമുക്കറിയാലോ. കാരണം അഡ്വഞ്ചർ, പുള്ളിക്കാരി ചെയ്യുന്ന കാര്യങ്ങൾ, കാരണം ഇൻ്റലക്ച്വൽ ബീങ് ആണ്, അതിൻ്റെ പിന്നാലെ പോലെ ഇതിൻ്റെ പിന്നാലെ പോലെ അതായിരിക്കുമല്ലോ. പക്ഷേ ഇതിനകത്തൊരു ഡിഫറെൻ്റ് അപ്രോച്ചാണ്. കാരണം ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ചെയ്യാനുണ്ടോ. കാരണം ബാക്കി സിനിമകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ക്യാരക്ടറിൽ മാത്രമുള്ള ഒരു സെൻറ്റർ ഓഫ് അറ്റൻഷൻ, അതെ എനോല ഹോംസിന് മാത്രം സെൻറ്റേർഡ് ആയിട്ടുള്ള അങ്ങനെയായിരിക്കും ബാക്കി സിനിമകൾ പോകാറ്. പക്ഷേ ഈ ഒരു സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനും അവരെ പെർഫോം ചെയ്യാനുള്ള സ്പേസ്, ഇമോഷണൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് ഹെൻറി ക്യാവിൽ, അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെർലോക്ക് ഹോംസിന് സ്ക്രീൻ ടൈം വളരെ കുറവാണ്. പക്ഷേ ഉള്ള സംഭവമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇമോഷണലും, ഷെർലോക്ക് ഹോംസിൻ്റെ ക്യാരക്ടർ വെച്ച് ഇമോഷണലൊന്നും ആവാത്ത, അങ്ങനെ വേറെ ഉള്ളത് ജീനിയസ് ക്യാരക്ടേഴ്സ് വെച്ചാൽ അവർ അധികം ഇമോഷണലൊന്നും ആവില്ല. പക്ഷേ അത് കുറച്ച് ഇമോഷണൽ ആവുന്ന സീൻസ്, കുറച്ച് സീരിയസ്, അങ്ങനത്തെ ഉള്ള സമയമെല്ലാം അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇതിനകത്ത് പോകുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ഫുള്ള് നടക്കുന്ന മാൾട്ടയിലുണ്ട്. അത് കഥ ഫുള്ള് മാൾട്ടയിലുണ്ട്. കാരണം നമ്മുടെ ഇതിന് തുടക്കം കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനോല ഹോംസിൻ്റെ വെഡ്ഡിങ് ആയിട്ട്, ട്യൂക്സ്ബറി ആയിട്ടുള്ള വെഡ്ഡിങ് ആയിട്ട്. കാരണം അവർ രണ്ട് സിനിമകൾ ഫുള്ള് റിലേഷനിലൊക്കെ ആയിട്ടുള്ള പോകുന്നത്. അതിന് ഇതിനകത്തോട്ട് എത്തിമിക്കുക അവരുടെ വെഡ്ഡിങ് ഒക്കെ ആവും. അപ്പോൾ അതിനെ വെഡ്ഡിങ്ങിൻ്റെ ഒരു തുടക്കം കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. അതായത് നമ്മുടെ ട്യൂക്സ്ബറി ചർച്ചിൽ വെയിറ്റ് ചെയ്യുന്നു, ഇവൾ വരാൻ വേണ്ടി നിൽക്കുന്നു. കാരണം ടിപ്പിക്കൽ എനോല ഹോംസ് ആണല്ലോ, അങ്ങനെ ചുമ്മാ ഒരു കാര്യം നോർമലായിട്ട് ചെയ്യില്ല, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഈ ചർച്ചിലോട്ട് പോകണ വഴിക്ക് ഡോക്ടർ വാട്സൺ വരുന്നു, എന്നിട്ട് പറയുന്നു നമ്മുടെ ഷെർലോക്ക് ഹോംസ് മിസ്സിംഗ് ആണെന്ന് പറയുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. കാരണം അത് എല്ലാ ആൾക്കാരെയും അന്വേഷിച്ച് കണ്ടുപിടിച്ച് എല്ലാം സോൾവ് ചെയ്യുന്ന ഷെർലോക്ക് ഹോംസ് തന്നെ മിസ്സിംഗ് ആയി. അപ്പോൾ പുള്ളി മിസ്സിംഗ് ആയതിനെ തുടർന്ന് അത് അന്വേഷിച്ച് പോയി കണ്ടുപിടിക്കാൻ പോലും അതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയാൻ മറന്ന ഒരു കാര്യം ഉണ്ട്. അതൊരു ഇതിനകത്ത് നമ്മുടെ യുഡോറിയ ഹോംസ്, അതായത് നമ്മുടെ ഇവളുടെ എനോല ഹോംസിൻ്റെ അമ്മ, ആ ക്യാരക്ടറെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇതിനകത്ത് മിക്കേൽ മിസ്സി എന്ന് പറഞ്ഞിട്ടൊരു മാൾട്ടയിൽ തന്നെ അവിടുത്തെ ഒരു സ്വദേശിയായിട്ടുള്ള ക്യാരക്ടറുണ്ട്. പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, നല്ല കോമഡി ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എന്തെങ്കിലും സംഭവം വരുമ്പോൾ അതിൻ്റെ ഇടയിൽ പുള്ളിയുടെ ഒരു ഡയലോഗ് ഉണ്ട്. നേരത്തെ എവിടെയെങ്കിലും ഒരു സ്ലോഗൻ പോലെ പറയാൻ വെച്ച ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ബിലീവ് ഇൻ എ ഫ്രീ മാൾട്ട, ഐ ആം മിക്കേൽ മിസ്സി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്യാരക്ടർ എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഇതിനകത്ത് കൂടുതൽ നമ്മുടെ എനോല ഹോംസിൻ്റെയും ട്യൂക്സ്ബറിയുടെയും, അതായത് അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യൻ, അവരെയും കുറേ റൊമാൻറ്റിക് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇമോഷണൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അത് എല്ലാവർക്കും ഇമോഷണൽ മൂവ്മെൻറ്റ്സ് ഉണ്ട്, പെർഫോമൻസ് സ്പേസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതെല്ലാം നൈസായിരുന്നു. പക്ഷേ ഈ ഒരു ടിപ്പിക്കൽ എനോല ഹോംസ് മൂവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതെല്ലാം കുറച്ച് മൂവിനെ ലാഗാക്കുന്നതിന് അങ്ങനെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇത് നെറ്റ്ഫ്ലിക്സ് മൂവിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ ഗ്രേഡിങ് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരിക്കും. ഇപ്പോൾ ലൊക്കേഷൻസ് ആയാലും അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസ് ആയാലും എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. അതിനകത്തൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷേ എനിക്ക് ഫൈറ്റ് സീക്വൻസിലോട്ട് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കഴിഞ്ഞ മൂവിയിലുണ്ടോ, ഈ മൂവിയിൽ കുഴപ്പമില്ല, പക്ഷേ എന്നാലും ഒരു ഓക്കെയാണ്, പക്ഷേ ദ ബെസ്റ്റ് അല്ല. പിന്നെ വേറെ ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് ഓൾറെഡി ഊഹിച്ചെടുക്കാൻ പറ്റും. അതായത് ഒരു 1% ഓഫ് ദ ബ്രെയിൻ, ഷെർലോക്ക് ഹോംസിൻ്റെ അത്രയൊന്നും ഉപയോഗിക്കേണ്ട, ഒരു പെർസെൻറ്റേജ് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും അൾട്ടിമേറ്റ് സീക്രട്ട് പോലെയൊക്കെ കാര്യങ്ങൾ നമുക്ക് സുഖമായിട്ട് മനസ്സിലാക്കാം. പക്ഷേ അതൊന്നും ഇതിൻ്റെ ഒരു ആസ്വാദനത്തെ ബാധിക്കുന്നില്ല. പിന്നെ ഈ എനോല ഹോംസ്, ഷെർലോക്ക് ഹോംസ്, ആ ഒരു സീരീസ്, ഇപ്പോൾ യങ് ഷെർലോക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ട് ഒരു പ്രാവശ്യം ഫണ്ണായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന അടിപൊളി മൂവിയാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.